അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോകണം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങക്കായും പിന്നെ എന്താ പറയുക ചെറിയ കായ പൊട്ടി വീണു കേട്ടോ. അപ്പോൾ അതും പിന്നെ ഉള്ളി, വലിയ ഉള്ളി ഇട്ടൊന്ന്, പിന്നെ തക്കാളി പച്ചമുളക്, മാങ്ങയുടെ ഒരു കഷ്ണം, മാങ്ങയുടെ ഒരു ചെറിയ കൂട് കേട്ടോ. പിന്നെ ഇതാ പരിപ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ലേസം. പിന്നെ തേങ്ങ അരച്ചിട്ട് അതിൽ ജീരകം 2-3 ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പരിപ്പ് എന്തിൻ്റെ ഇത് ഇടുക കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ കൂട്ടാൻ. പിന്നെ ഇന്ന് നല്ല വെയിലാണല്ലോ അല്ലേ? അവിടെയൊക്കെ മഴ ഉണ്ടോ? ഇവിടെ ഇന്ന് മഴയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ ഇതാണ്. മീനില്ല തോന്നുന്നു. അപ്പോൾ അതാ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കൂട്ടാൻ എങ്ങനെ വെക്കണമെന്ന് കേട്ടോ. മുരിങ്ങക്കായ്, ഒരു ചെറിയ കുന്നക്കായ എന്താണോ അറിയില്ല, ചെറിയ കായ്, ഒരു തക്കാളി, പച്ചമുളകും, തക്കാളി ഒന്നുണ്ട് കേട്ടോ, തക്കാളിയും പച്ചമുളകും, വെല്ലുള്ളി ഒന്ന്, പിന്നെ മുരിങ്ങക്കായ തന്നെ ഉള്ളു കേട്ടോ. 3 മുരിങ്ങക്കായ കിട്ടി. ഞങ്ങളുടെ മുരിങ്ങമ്മന്നാണ് കേട്ടോ കിട്ടിയത്. ഇപ്പോൾ 2-ാം വരി ഉണ്ടായിട്ട് തോന്നുന്നു. അപ്പോൾ അതൊന്ന് കണ്ടോക്കി. ഇത് പരിപ്പ് വെന്ത് കഷ്ണം വെന്ത് തേങ്ങ അരച്ച് പാരുക, അത്രയൊന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ മുരിങ്ങക്കായ അച്ചാറൊക്കെ ആയി. കറി ഇതാ തേങ്ങ അരച്ച് പാർന്ന് തിളച്ചു കേട്ടോ. അപ്പം ഞാൻ ഇതിന് കടുകൊന്ന് വറുത്തിടട്ടെ. ഒരു മുളകുമുളക് പൊട്ടിച്ചിട്ടു. കടുകിട്ട് കടുകിട്ടു. പൊട്ടിയതിന് ശേഷം കൊണ്ട് അരിക്കണ്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൂട്ടാൻ റെഡി നമ്മുടെ. അപ്പോൾ നമ്മൾ കൂട്ടാൻ മുരിങ്ങക്കായ കൂട്ടാൻ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. പരിപ്പ് ആദ്യം വെച്ച് വേവിച്ചു, പിന്നെ മുരിങ്ങക്കായും, പിന്നെ കായും, പിന്നെ തക്കാളി പച്ചമുളക് ഉള്ളി ഇട്ടോ. അതൊക്കെ ഇതിൽ മുരിങ്ങക്കായ കൂട്ടാൻ. പിന്നെ ഇന്നത്തെ മീൻ വറുത്തതും കിട്ടോ. പിന്നെ അതാ ചോറ് ഇതാ അതിലിറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ നല്ല ഉണ്ട് കേട്ടോ. ഇന്നത്തെ മീൻ വറുത്തതൊക്കെ ഉണ്ട്. അതൊക്കെ മതിയിലൊക്കെ ചോറിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമാവാൻ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം.